നമ്മുടെ ചാനൽ. അപ്പൊ നമ്മുടെ അടുത്തൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പഴേക്ക് നിൽക്കുമ്പോൾ ഞങ്ങളെ ബ്ലോക്ക് ചെയ്ത് വെച്ചില്ല, ഷെഡ് ഇട്ടിട്ടില്ല. അപ്പൊ എല്ലാരും മറക്കണം, നമ്മളെ കുടിക്കുമ്പോൾ 1ാം ബർത്ത്ഡേ ആയിരുന്നു അല്ലേ. ഒക്കെ ഉള്ള കാര്യങ്ങളൊക്കെ എന്തോ ഇങ്ങനെയാണ്. ഇന്ന് നമ്മുടെ പിറന്നാളായിട്ട് നമുക്ക് ഒന്നും വീഡിയോ ഒന്നും അധികം ചെയ്യാൻ പറ്റില്ല. വേറെ ഒന്നല്ല, വീണ്ടും പെയിന്റ് പണിയൊക്കെ ഫുള്ള് കഴിയാത്തതിന്റെ ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങളും ഉണ്ടായിരുന്നു. കുഞ്ഞാ നീ പോയല്ല കുഞ്ഞാ. അപ്പൊ പിറന്നാളായിട്ട് ഇപ്പൊ കാര്യമാണ് വീഡിയോകളും കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയില്ല. എന്നാലും ഇന്ന് ഞാൻ സദ്യ ഒന്നും ഉണ്ടാക്കിയില്ല കേട്ടാ. വേറെ ഒന്നല്ല, എനിക്ക് കയ്യിന് വീട്ടിലെ പെയിന്റിന്റെ പണിയൊക്കെ ആയപ്പോ കയ്യിന്റെ കൂടെ നന്നായി നീര് വന്നിട്ടാണ്. അപ്പൊ എന്താ പറഞ്ഞു വന്നു. അപ്പൊ പിറന്നാളൊക്കെ നമ്മൾ ചെറിയ തോതില് ഫുഡൊന്നും ഉണ്ടാക്കിയില്ല. എന്താ വെച്ചാൽ കഴിവാനെ കാരണം ഫുഡും കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയില്ല. ഫുഡ് ഓർഡർ ചെയ്ത് 4 തരം തീരുമാനിച്ച് ഓർഡർ ചെയ്തു. അപ്പൊ നമ്മൾ പോയപ്പോ അവിടെ കുഞ്ഞൊരു ഫ്രണ്ട് അവരോട് പറഞ്ഞ ഏൽപ്പിക്കുകയും ചെയ്തു. ഞാൻ ആദ്യം വിളിച്ചു കിട്ടുന്നുണ്ടോ എനിക്ക് ഫുഡ് വേണമെങ്കിൽ എന്ന് ചോദിച്ചു. അപ്പൊ അവന് ഒരുവിധം ആദ്യം നാളത്തേക്കുള്ള ഫുഡ് സെറ്റ് ചെയ്ത് തന്നു മഞ്ഞേന്ന്. പിന്നെ ഇന്നേക്കുള്ളതും അവൻ തന്നെ സെറ്റ് ചെയ്ത് തന്നു. അപ്പൊ എന്നൊക്കെയാണ് ഏൽപ്പിച്ചു. ഇപ്പൊ 4 തരം കറി ഞാൻ ഉണ്ടാക്കിട്ടോ. അങ്ങനെ 10-13 തരം കറി, പായസം കൂടി കുടിക്കുമ്പോൾ ചോറൊക്കെ കൊടുത്തു. അപ്പൊ അതിന്റെ ചെറിയ വീഡിയോ 13 തരം കറി. അപ്പൊ അതിന്റെ ചെറിയ വീഡിയോകളും കാര്യങ്ങളും ഉണ്ട്. പിന്നെ നമുക്ക് ചെറുതായിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല. എല്ലാവരും ആലോചിച്ചാൽ നമ്മുടെ വീട് പോയി സത്യം മൊബൈല് പോലെ ഒന്നിനും നേരെ കിട്ടില്ല. എന്താ വെച്ചാൽ ഇപ്പൊ മൊബൈൽ എത്ര ലൈക്ക് എന്തുകൊണ്ടായാലും ഒന്നും വായിക്കാനുള്ള ടൈം കിട്ടില്ല. വൈഷ്ണവനെ മറ്റുള്ളവരൊക്കെ ആണെങ്കിൽ പണി കഴിഞ്ഞാൽ 5:00 പോകും. വൈഷ്ണവനൊക്കെ 7:30 കൊണ്ട് പോവാലോ. അത്രയും നേരം നിന്നിട്ട് അവര് നമ്മുടെ എത്ര പെട്ടെന്ന് കഴിക്കാൻ വേണ്ടിട്ട് മാമനെ അവരെ കൂടിയിട്ട് കഷ്ടപ്പെട്ടിട്ട് പണിയെടുക്കുകയാണ്. ഞായറാഴ്ച പോലെ ലീവ് എടുത്തിട്ടില്ല. അപ്പൊ നമുക്ക് വേണ്ടിട്ടാണ് കഷ്ടപ്പെട്ട് അവരെല്ലാം. സുർജി ആയാലും അരുണായാലും വൈശാഖായാലും 3 ആളും നമുക്ക് സപ്പോർട്ട്. ചെറുപ്പം തൊട്ട് കാണുന്നതാണ് ഒരാളെ പോലെയാണ്. അരിഞ്ചേട്ടൻ കഷ്ടപ്പെട്ടിട്ട് അവർ 3 ആള് നമുക്ക് അപ്പൊ അവർ 3 ആള് നമുക്ക് നമ്മുടെ ആങ്ങളമാരുടെ. അപ്പൊ സത്യം പറഞ്ഞാൽ അവരൊക്കെ ആയിട്ട് നമ്മള് ഭയങ്കര കമ്പനി പോകുമ്പോൾ നമ്മള് ആങ്ങളമാര് പോകുമ്പോൾ ഒരു വിഷമം ഉണ്ടാവില്ല. അങ്ങനെ നല്ല നമ്മളെ അനിയന്മാരുടെ രാവിലെ വണ്ടിയുടെ ശബ്ദം കേട്ടപ്പോ സന്തോഷം. 8:30 തുടങ്ങും. അപ്പൊ അങ്ങനെയൊക്കെയാണ്. അപ്പൊ നമ്മള് കുളിക്കുമ്പോഴേക്ക് ബർത്ത്ഡേ ആയിട്ട് നമ്മള് കുറച്ചൊന്നുമില്ല ഗോൾഡ് എടുക്കാൻ പോകും. അപ്പൊ നമ്മളത് ഉണ്ടായിരുന്ന അതൊക്കെ കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തും മറിച്ചിട്ടൊക്കെ ഇനിയാണ് എടുത്തിട്ട്. അത് നമ്മളൊക്കെ കാശൊന്നുമില്ല മാറ്റിയെടുക്കാൻ. അപ്പൊ പിന്നെ കുളിക്കുമ്പോഴേക്ക് ഒന്നും മേടിച്ചു കൊടുത്തില്ല. നമ്മള് ഒന്നും മേടിച്ചിട്ടില്ല. കുളിക്കുമ്പോഴേക്ക് സ്വർണം ഒന്നും മേടിച്ചിട്ടില്ല. മാല അവൾക്ക് വലിയ ചേച്ചി കൊടുത്തിട്ടുണ്ടായിരുന്നു. 90 ചേച്ചി കൊണ്ടുകൊടുത്തൊരു മാല ഉണ്ടായിരുന്നു. പിന്നെ കുടുക്കന്റെ 2 വാളി ഒരു കഴിച്ചതിന് കുടുക്കന്റെ അരയിലാണ് അവൾ ഇട്ടേരുന്നത്. അപ്പൊ അവൾക്ക് ഒന്നും മേടിച്ചു കൊടുക്കാൻ സത്യം എനിക്ക് ഭയങ്കര വിഷമമാണ്. നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ കുടുക്കിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞങ്ങളുടെയിലുള്ള സ്വർണ്ണം കൊണ്ട് അങ്ങോട്ട് വീടൊക്കെ വെച്ച് ഒരു പാദസരം മേടിച്ചു കൊടുത്തത്. അപ്പൊ അതിന്റെ ചെറിയ വീടുകളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ തൃശ്ശൂരുള്ള ഒരു ഹോൾസെയിൽ കടയിലേക്കാണ് പോയിട്ടുള്ളത്. എന്താ വെച്ചാൽ ഞാൻ സ്വാതവേ നമ്മൾ കുന്നോത്ത് പല ജ്വല്ലറികളായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒത്തിരി നഷ്ടങ്ങൾ വരാറുണ്ട്. അതെല്ലാവർക്കും അറിയില്ല. നമുക്ക് 1 പവൻ കൊടുത്താൽ 1 ഗ്രാം കൊടുത്താൽ നമുക്ക് അതിന് നഷ്ടം വരും. ഞാനത് 5.5 പവൻ 33 ഗ്രാം സ്വർണ്ണം കൊടുത്തിലേക്ക് 31 ഗ്രാമിന് 31,350 മില്യൺ അങ്ങോട്ട് കിട്ടി. തിരിച്ച് 5,000 രൂപയും കിട്ടിയിട്ട് ബാലൻസ് 5,000 രൂപയും കിട്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. എന്താ വെച്ചാൽ പണിക്കൂലൊക്കെ 2% ഉള്ളൂ. അതൊക്കെ നമുക്ക് ഭയങ്കര സ്വർണ്ണം. അതെന്താ വെച്ചാൽ ഞാൻ പൊന്നിന്റെ കല്യാണം ആയ തന്നെയാണ് നമ്മൾ അങ്ങനെ സ്ഥലത്ത് പോയി. എന്താ വെച്ചാൽ അതിനോട് ഇവിടുന്ന് പോകുമ്പോ പറഞ്ഞായിരുന്നു, നീ ഇവിടുന്ന് വണ്ടി വിളിച്ചിട്ട് പോയിട്ട് വല്ല ലാഭം നിൽക്കുന്നുണ്ടാവും. അതിനോട് നോക്കി നോക്കട്ടെ ലാഭം ഉണ്ടോ ഇല്ലെന്ന് നോക്കി. എന്നാലും പൊന്നിന്റെ നമുക്ക് സ്വർണം നമുക്ക് എടുക്കാൻ മതിയല്ലോ. അപ്പൊ നമ്മളെ അച്ഛൻ വന്ന് പോയി. അപ്പൊ എന്താ അച്ഛനോട് ചോദിച്ചു, നീ ഇത്രയും ദൂരം പോയിട്ട് വണ്ടിക്കല്ല ലാഭം എടുത്ത് ഞാനൊന്ന് പോയി നോക്കട്ടെ എന്നിട്ട് എന്നാലും നമുക്ക് അറിയുള്ള പൊന്നിന്റെ കല്യാണം എടുക്കാറ്. അപ്പൊ പോയപ്പോഴാണ് നമ്മളെ അപ്പൊ കുളുക്കന്റെ മാല കുളുക്കിയുടെ വാളിയും കാര്യങ്ങളൊക്കെ നമുക്ക് 2% പണിക്കൂലി വന്നിട്ടുണ്ട്. സാധാരണ ജ്വല്ലറിയിലെ സ്റ്റാർട്ടിങ് തന്നെ 8-10% പണിക്കൂലിക്ക് പോണത്. എന്താ വെച്ചാൽ ഞാൻ ഒരുപാട് പ്രാവശ്യം സ്വർണ്ണമായിട്ട് നല്ല മതി കുളുക്കന്റെ
90 ഒരു 10-13 വാള കിട്ടി. അതുകൊണ്ടൊക്കെ മാറ്റി കുറച്ച് കനത്തിന് വളയാക്കിയപ്പോൾ എത്ര രൂപ എനിക്ക് ഇപ്പൊ സത്യം അത് ആലോചിക്കുമ്പോ ഭയങ്കര വിഷമമുണ്ട് കേട്ടോ. പിന്നെ മാലി സാധനമൊക്കെ നമ്മുടെ അടുത്തുള്ള ജ്വല്ലറിനോട് മാറ്റുമ്പോൾ ഭയങ്കരമായിട്ട് നഷ്ടം വന്നു. ഞാനത് പറയണത് ഒത്തിരി കാശുള്ളവരോടല്ല, അവർക്കൊന്നും അതൊരു വിഷയം. നമ്മളെ കുറെ സാധാരണക്കാരുണ്ടാവില്ല, കുറെ സാധാരണക്കാര് വീട്ടമ്മമാരുണ്ടല്ലോ, അവരോട് കൂടി വേണ്ടിയിട്ടാണ് ഷൈൻ. നമ്മളിത് പ്രൊമോട്ട് കാര്യങ്ങളല്ല, അങ്ങനെ ഏറ്റെടുക്കരുത്. എനിക്ക് പോയിട്ട് അവിടെ നല്ല ലാഭം കിട്ടും. എന്റെ കാര്യം എനിക്ക് 34 ഗ്രാം സ്വർണ്ണം കൊടുത്ത് 32 ഗ്രാമും 300 സംതിങ് മില്ലി സ്വർണ്ണം നമുക്ക് കിട്ടിയത് 5000 ബാലൻസ് കിട്ടുന്നു. അല്ല അത്രയും പണിക്കൂലി സ്റ്റാഫും കാര്യങ്ങളൊക്കെ നമുക്ക് ഫുൾ സപ്പോർട്ടാണ്. സാധനം എടുത്തരാനും കമ്പനിയായിട്ട് അവിടുത്തെ മാനേജറായാലും എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്. പിന്നെ അവരൊരു പുതിയ സ്കീം തുടങ്ങുന്നതാണ്, വേറെ ഒന്നുമല്ല, കല്യാണ പാർട്ടിക്കാർക്ക് വേണ്ടിട്ട് ഒരു ഇതാണ്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു 4 മാസം ആയിരിക്കുമല്ലോ, 4 മാസത്തിനുള്ളിൽ നമ്മൾ ചെയ്യണം. കാരണം അത്രയും നമ്മൾ എടുക്കണേണ്ട, നമുക്ക് ഗോൾഡ് എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ മുൻകൂട്ടി ബുക്ക് ചെയ്യാം. 10% ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്യാഷ് നിലവാരം കുറവുള്ള ടൈമിൽ നമ്മൾ ഗോൾഡ് എടുക്കാൻ പോണെങ്കിൽ ആ നിലവാരത്തിൽ കിട്ടും. ഇപ്പൊ കാശുള്ള കൂടുതലുള്ള ടൈമിലാണെങ്കിൽ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പോലും ആ ബുക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ നമ്മൾ ബുക്ക് ചെയ്യുമ്പോ കാശ് കുറവ്, നമ്മൾ എടുക്കാൻ കാശ് കൂടുതലാണ്. ഈ ഇന്നത്തെ ആ കൊടുത്ത 10% കാശ് കൊടുത്ത സമയത്തുള്ള നിലവാരത്തിലുള്ള സ്വർണ്ണം കിട്ടും. ഇനി ആ സമയത്ത് കൂടുതലാണ് വെച്ചാൽ ആ ടൈമത്തെ അപ്പൊ നമ്മള് ഇപ്പൊ ബുക്ക് ചെയ്യുമ്പോഴേക്കാളും കുറവാണ്. അപ്പൊ വെച്ചാൽ അന്നത്തെ കുറവ് ഉള്ള റേറ്റിൽ അത് സ്വർണ്ണം തരും. അപ്പൊ അങ്ങനത്തെ കുറെ ഇതുകളൊക്കെ ഉണ്ട്. ഓഫറുകളേക്കാൾ എനിക്ക് കൂടുതൽ അതിനോട് അടുപ്പം തോന്നുന്നത് പണിക്കൂലി വളരെ കുറവാണ്. എന്താ വെച്ചാൽ ഞാൻ എന്റെ അമ്മ ചേച്ചിയുടെ മോളുടെ കല്യാണത്തിന്റെ സ്വർണ്ണം എടുക്കാൻ പോയിട്ട് ജില്ലറുടെ പേരൊന്നും ഞാൻ പറയില്ല, പക്ഷെ നല്ല നമ്മുടെ വലിയ ജില്ലറുകളാണ് പോയത്. ഒരു 3-4 ലക്ഷത്തോളം പണിക്കൂലി മാത്രം വലിയ ജ്വല്ലറി പണിക്കൂലും അതാ. അതേപോലെ ഒരു ജിമിക്കും ചേച്ചി നമ്മുടെ കുന്നോളത്ത് മറ്റുള്ള സ്വത്ത് കുന്നോളത്ത് ഒരു ജിമിക്കുമ്പോൾ നമുക്ക് 20,000-ന് 19,000 പണിക്കൂലി പോയിരുന്നു. അപ്പൊ അതൊക്കെ കണ്ടപ്പോഴേക്ക് ആദ്യം അതിനെ പറ്റി അത്ര അറിവുണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ ഏകദേശം മനസ്സിലായി നമ്മള് ഇനി ജീവിക്കാൻ പഠിച്ചിരിക്കുന്നത് ബുദ്ധിമുട്ടാണ്. നമുക്ക് ഓരോരോ നമുക്കത് മേടിക്കാനുള്ള നമുക്ക് മേടിക്കാനുള്ള അവസരങ്ങൾ കിട്ടിയിട്ട് ഇപ്പോഴാണ് മേടിക്കാൻ. നമുക്ക് അങ്ങമാറ്റാൻ നമുക്ക് ഇപ്പോഴാണ് കൈ കിട്ടുക. അപ്പോഴാണ് നമ്മള് ഓരോന്ന് ചോദിച്ചു. ഞാൻ അവരോട് ഞാൻ ഇങ്ങനെ കുന്നോളത്താണ് വന്നത്, ഇങ്ങനെ വരുമ്പോ എന്റെ ഭർത്താവിനോട് പറഞ്ഞത് എനിക്ക് ഇവിടെ വന്ന് ഇത്ര ലാഭം കിട്ടുന്നത് എന്ത് വെച്ചിട്ട് വന്നത്. അപ്പൊ അവരെനിക്ക് അത് ക്ലിയർ ആക്കി തന്നു. ഇങ്ങനെയാണ് ചേച്ചി, ഇന്നത് പോലെയാണ്, ഇങ്ങനെയാണ്. അപ്പൊ അവർക്ക് ക്ലിയർ ആക്കി ചേച്ചി ഇന്ന പോലെയാണ്, ഇങ്ങനെയാണ് പണിക്കൂലി കുറവ്. അതായത് പൊന്നിന്റെ ഈ മാല ഉണ്ടല്ലോ, ഈ മാല ഈ കൈച്ചെയിനിന്റെ ആണ് കഴിച്ചെയിനും മാല് കുളിക്കുക, അതിന് മാത്രമാണ് പണിക്കൂലി തരി കൂടുതൽ. അത് 3-4% മാത്രമാണ്. സാധാരണ വർക്കല്ല, അത് പുറമെ അത് അവര് 12-13% പണിക്കൂലി ഇടുന്നത്. പിന്നെ സാധാ മണിമാല, സാധാ വാള, അതിനൊക്കെ 2% പണിക്കൂലി വന്നത്. നമുക്ക് വളരെ തുച്ഛമായ ശരിക്കും പണിക്കൂലി. അപ്പം ഒത്തിരി കളക്ഷനുണ്ട്. ചെട്ടിനാടിന്റെ ഒക്കെ ഒത്തിരി, ആന്റിക്കിന്റെ ഒക്കെ ഒത്തിരി കളക്ഷൻ, ഒത്തിരി കല്യാണ പാർട്ടികളുണ്ട്. അതുകൊണ്ട് ഞാൻ അവിടെ പോകുമ്പോ സത്യം പറഞ്ഞ 15-20 മിനിറ്റോടെ എനിക്ക് സെലക്ട് ചെയ്യാൻ വരുമോ. എനിക്ക് സെലക്ട് ചെയ്തിട്ട് മാത്രമല്ല ഉള്ളൂ, ഒന്നുമില്ലല്ലോ. സെലക്ട് ചെയ്യണം. അപ്പൊ ഞാൻ അറിയും സെലക്ട് ചെയ്യാൻ ടെൻഷൻ ചെയ്യുന്ന അറിയും. നമ്മൾ കൊടുക്കണേന്റെ ഉള്ളിലേക്ക് നമുക്ക് മേടിക്കണം. അതായത് ടെൻഷൻ അത് 15 പക്ഷെ ബില്ല് ഇട്ടിട്ടാ സമയം. അപ്പോഴൊക്കെ മാതിരി തിരക്കായിരുന്നു. കല്യാണ പാർട്ടിക്കാരും കാര്യങ്ങളും ഒക്കെ ഭയങ്കര തിരക്കായിരുന്നു. അവിടെ ഏറ്റവും കൂടുതൽ ഓൺ സൈഡ് വരയ്ക്കുന്നത്. നമുക്ക് എന്തായാലും നമ്മുടെ മക്കൾക്ക് ഒരുപ്പം കൂടുതൽ കൊടുക്കാൻ പറ്റുമെങ്കിൽ അത്ര നല്ലതല്ലേ. അപ്പം സ്ത്രീധനം കൊടുക്കാനല്ല കേട്ടാ. സ്ത്രീധനത്തിന്റെ എന്താ ഉദ്ദേശിച്ചത്, നമ്മുടെ മക്കൾക്ക് ഇട്ടുകാണുള്ളത് കൊടുക്കണ്ടേ. അത് കഴുത്തിന് കാര്യങ്ങളൊക്കെ കുറച്ച് സ്വർണ്ണം നമ്മളൊക്കെ എന്തെങ്കിലും നമ്മുടെ നമ്മുടെ മക്കൾ ഇട്ടുക. അതിന് അമ്മമാർക്ക് എന്റെ ആഗ്രഹം എന്റെ മുന്നിൽ പാദസരൊക്കെ ഇട്ട് കല്യാണത്തിന് നടക്കുന്നു വിചാരിക്കുക. അപ്പൊ അതെല്ലാ അച്ഛനമ്മമാരുടെ ആഗ്രഹങ്ങളാണ്. മക്കൾ പാദസരട്ട് അല്ല അപ്പഴും എടുക്കാൻ സാധിക്കുള്ളൂ, എപ്പം നമുക്ക് എടുത്തു നോക്കാൻ സാധിക്കില്ല. അതാണ് അവല്ല ഞാനിന്ന് സത്യം പറഞ്ഞ ചേച്ചിയുടെ മോളെ 3 ലക്ഷം രൂപ അന്നത്തെ തരത്തിലൊരു 15 പവനോടത്തോളം നമുക്ക് സ്വർണ്ണം കിട്ടുന്നു ആ പണിക്കൂലി. പക്ഷെ അന്ന് അതിനെ പറ്റി അറിവില്ലാണ്ട്
എന്താ പറയാ, അപ്പൊ നമുക്ക് ഉണ്ടാവുന്ന ചെറിയ ചെറിയ ഇതാണ്. അപ്പൊ എന്തായാലും നിങ്ങൾ അല്ലെ ആ സെലക്ഷനും കാര്യം പിന്നെ നമ്മുടെ കുളിക്കുമ്പോൾ ചെറിയൊരു പിറന്നാളിന്റെ ഇതൊക്കെ കണ്ടിട്ടോ. ബാക്കി ജില്ലയുടെ പേര് പറഞ്ഞ റീഗൽ എന്നാണ് ജില്ലയുടെ പേര്. തൃശ്ശൂരാണ്. നമ്മുടെ ശക്തന്റെ അവിടുന്ന് അതിന്റെ ഡീറ്റെയിൽ കാരണമൊക്കെ അതിന്റെ മാനേജറിന്റെ നമുക്ക് എന്താ ഡീറ്റെയിലും കാര്യം നമുക്ക് തരാം. അതിൽ ആവശ്യമുള്ള പ്രമോട്ടൊന്നല്ല. ഗൂഗിളിൽ അടിച്ചേക്കാതെ റീഗൽ ഔട്ട്സൈഡ് അടിച്ചു കൊടുത്താൽ എറണാകുളത്തുണ്ട് 5 സ്ഥലത്തുണ്ട് അവരുടെ ഷോപ്പ്. 5 എടപ്പള്ളിയിലൊക്കെ ഉണ്ടായിരുന്നു ഷോപ്പ്. കുറെ സ്ഥലങ്ങളിൽ ഉണ്ടെന്ന് അവർ പറഞ്ഞു. അല്ല നമുക്കിതിന് പ്രത്യേകിച്ച് പ്രമോട്ട് കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. പരസ്യം ചെയ്യണവരേ അല്ല. എനിക്ക് നമ്മള് സ്വർണ്ണം പൊട്ടിയതൊക്കെ 3-4 പവൻ പൊട്ടിയ മാറ്റാൻ നമുക്ക് 3-4 ഗ്രാം നഷ്ടം വരണ്ടല്ലോ. അതുകൊണ്ടാണ് നമുക്ക് അത്രയും നമ്മുടെ സ്വർണ്ണം കിട്ടി എപ്പോഴും സ്വർണ്ണം കൊടുത്തു മാറ്റുമ്പോ അല്ലാതെ കുറയാന്നുള്ള ടെൻഷൻ എനിക്ക് അത് തന്നെയാണ്. എന്റെ അങ്ങനെ ഒരു ടെൻഷൻ ഇല്ലാതെ ഗോൾഡ് എടുത്തത് സത്യം പറഞ്ഞപ്പോഴാണ് കേട്ടോ. അല്ലാണ്ട് നമുക്ക് എപ്പോ പോയാലും പക്ഷെ അതൊന്നും ഉണ്ടായില്ല. അപ്പൊ എന്തായാലും മതി അതിനെ നോക്കും നമ്മൾ വിടില്ല. പായസം തൊട്ട് നോക്കില്ലേ? അയ്യോ പറയാലോ എന്റെ ഒന്നാം പറഞ്ഞാല് മാമന്മാരുണ്ടായിരുന്നു കഴിക്കാൻ നോക്കിയ സുന്ദരിപ്പെണ്ണയില്ല ഫുഡ് രസമുണ്ട് പുല്ലില് അപ്പൊ കുളിക്കുമ്പോള് 2 ആയ മാമ കൊണ്ടിട്ട് ഇവിടെ ഒന്ന് കളിക്കല്ലേ. മിഠായി 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 ആ നീ ജയിച്ചോ വിശുല നീ ജയിച്ചോ. തുണ്ട് 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 കടിക്ക് തുണ്ട് കടിക്ക് തുണ്ട് കടിക്കേ മൊത്തം ഹാപ്പി പി എന്നോട് ഹാപ്പി പി ടാറ്റോ തുണിക്ക് നീ കുണിക്ക് ടാറ്റോത്തെ പെങ്കിസ് ഒത്ത പെങ്കിസ് എനമൊക്കെ എനമൊക്കെ കണ്ണ നോക്കിടേ അമ്മ ഞണ്ട് ചെന്നുണ്ട് തുണ്ടടിച്ചോ ഉമ്മ 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 കുണിക്കൊങ്ങിയാ കുണിക്ക്
ഒങ്ങിയാ അല്ലേ ഒങ്ങിയല്ലേ കളിക്ക് ഒങ്ങിയാ ഒരു മണ്ണ് അപ്പോൾ അതായത് ഞാൻ പറഞ്ഞ റീഗൽ ജ്വല്ലറി കേട്ടോ. പണ്ട് നമ്മൾ എത്തുമ്പോൾ ലൈറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് വീഡിയോ കവർ ചെയ്യാനൊന്നും പറ്റിയില്ല. ഞങ്ങൾ എത്തിയ ടൈമിൽ നല്ല തിരക്കായിരുന്നു കേട്ടോ. ഞങ്ങൾ ഇറങ്ങുന്ന ടൈമിലാണ് ഈ വീഡിയോ എടുത്തത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇറങ്ങുന്ന ടൈം നമുക്കും തിരക്കൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഒരു 7 മണി 7:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ. അതിൻ്റെ തിരക്ക് കുറവാണ് കാണുന്നത്. ഞങ്ങൾ എത്തിയ ടൈം നല്ല തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ അതാ നമ്മൾ കുണിക്കുമോൾക്ക് എടുക്കാനുള്ള പാദസരമൊക്കെ സെലക്ട് ചെയ്യാം കേട്ടോ. അപ്പം അമ്മയും ഞാനും മാമിയും കൂടിയിട്ടാണ് പോയിക്കുന്നത്. അപ്പോൾ നമ്മൾ പാദസരമൊക്കെ സെലക്ട് ചെയ്യാണ് കുണിക്കുമോൾക്ക്. അപ്പോൾ അതാ അവിടെ കിടക്കുന്ന പാദസരം ഉണ്ടോ ഒരു ഉണ്ടുണ്ട, അത് അമ്മയ്ക്കും മാമിക്കും ഇഷ്ടമായി. അപ്പം അങ്ങനെ ആ പാദസരമായിട്ട് നമ്മളെടുത്തത് നമ്മൾ കാണിച്ചു തരാം. കാണിക്കുന്നുണ്ട്, വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അങ്ങനെ പാദസരമൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ മാം അതെടുത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട് അമ്മയ്ക്ക്. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് ഇഷ്ടമായി. അപ്പം അങ്ങനെ നമ്മൾ ആ പാദസരമാണ് എടുത്തത്. ആ പാദസരം കാണിക്കുന്നുണ്ട്. കുറേ കളക്ഷൻസ് ഉണ്ട് കേട്ടോ അവിടെ. നമ്മൾ അമ്മേനെ എടുക്കണം കണ്ട ഈ പാദസരമായിട്ട് നമ്മൾ കുണിക്കുമോൾക്ക് എടുത്തത്. അപ്പോൾ അത് നമ്മൾ മാറ്റി വെച്ചു. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത് എന്താ വെച്ചാൽ നോക്കാം. അപ്പോൾ അതാ നമ്മൾ വെയിറ്റൊക്കെ നോക്കിയപ്പോൾ വെയിറ്റൊക്കെ ഓക്കെ നമ്മളെ ബഡ്ജറ്റിൽ ഒതുങ്ങും. അപ്പോൾ കണ്ട ഇതാട്ടോ പാദസരം. നമ്മൾ ഒരുപാട് വലുതല്ല എടുത്തത്, കുറച്ച് ടൈറ്റിൽ കിടന്നോട്ടെ എന്ന് വെച്ചിട്ടും ചെറിയ പാദസരമായിട്ട് എടുത്ത്. ഇതാ നമ്മളിപ്പോൾ കുണുക്കനുള്ള മാല നോക്കുക കേട്ടോ. നമ്മൾ കുണുക്കൻ്റെ മാല പൊട്ടിയിട്ടുണ്ടായിരുന്നു, കുഞ്ഞിൻ്റെ മാല പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളതൊക്കെ മാറ്റി അവർക്ക് ഓരോ മാലയൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന്ന് കുണുക്കൻ്റെ ഒരു മാല നമ്മൾ എടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാ പർച്ചേസിങ് കേട്ടോ. അപ്പോൾ പർച്ചേസിങ് കാണാം നമുക്ക് എന്തായാലും.
ഇതൊക്കെ കണ്ടത് കുടിക്കുമ്പോൾ സദ്യയൊക്കെ കഴിക്കുന്നത് അല്ലാതെ കണ്ടില്ല. ഇവിടെ ഇപ്പൊ നമുക്ക് പുറത്തൊന്നും എടുക്കാൻ പറ്റാത്ത ആകെ വലിച്ചു കണ്ടിട്ടില്ല. ഇപ്പൊ പിന്നെ പണ്ടൊക്കെ റൂമിൽ എടുക്കുമ്പോ റൂമിൽ പൂപ്പലൊക്കെ ഇപ്പൊ പിന്നെ പപ്പ സ്റ്റാർ കുത്തിക്കേ റൂമിലെടുക്കാൻ ഒരുപാട് പേര് പറഞ്ഞു ഹോം ടൂറെ കാണിക്കാം. നമ്മള് ഇനി വീട്ടിൽ എല്ലാം കഴിഞ്ഞ് എന്തൊക്കെ ഒന്ന് ഒതുക്കി വെച്ചതിന് സെറ്റൊക്കെ മേടിക്കണം ആഗ്രഹിക്കുന്നത്. നടക്കുമെന്ന് അറിയില്ല, ഒന്നും അറിയില്ല. അതിന് വെച്ച കാശൊക്കെ വേണ്ടി നമ്മള് വിചാരിച്ചേക്കാളും ബഡ്ജറ്റ് കൂടി. നമ്മള് ഇങ്ങനെയൊക്കെ വിചാരിച്ചില്ല. ഇതൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. ഇത് എന്റെ റൂമിൽ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സിറ്റ് ഔട്ടിലൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ മുന്നോട്ടല്ലേ പെട്ടെന്ന് അഴുക്കാൻ ഇതൊക്കെ ആകുമ്പോൾ അഴുക്കായാലും അറിയില്ലല്ലോ. അങ്ങനെ ഒരു 3-5-6 വർഷത്തോളം എടുക്കട്ടെ എന്തായാലും മെനക്കെട്ടതല്ലേ. ഞങ്ങളുടെ റൂമിൽ പൂപ്പലൊക്കെ ചെയ്തോട്ടോ. ആർഭാടൊന്നും ചെയ്തല്ല. മക്കളെ നിറച്ച് പൂപ്പല് വന്നിട്ട് കറുത്ത കുത്തുകൾ വരിക. ഇതപ്പോ കറുത്തേമേ കറുത്ത കുത്തുകൾ അത്ര എടുത്ത് കാണില്ല. അതുകൊണ്ടാ എല്ലാ വർഷം പെയിന്റ് അടിക്കുന്ന അവസ്ഥ എന്റെ റൂം. അതുകൊണ്ടാ അപ്പൊ പറഞ്ഞു തന്നെ. പക്ഷെ വേറെ രസം ഉണ്ട്. നാളെ ഇവിടെ കുടിക്കുമ്പോൾ എല്ലാവരും അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത്. അടിപൊളി അവളുടെ ബർത്ത്ഡേ സദ്യ എന്ത് കഴിച്ചു എന്നാലും. പിന്നെ നമ്മൾ നാളെ നൈറ്റിലാണ് ഉള്ളിനെ കേക്ക് കട്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അധികം പേര് വിളിക്കാൻ പറ്റിയ ഇപ്പോഴത്തെ അവസ്ഥയില് നമ്മളൊക്കെ ആയിട്ട് നമ്മൾ എന്നാലും ഉള്ള വീഡിയോ അടിപൊളിയായിട്ട് പ്രതീക്ഷിക്കും. അപ്പൊ നമ്മളെ കുടിക്കുമ്പോൾ ഇഷ്ടമുള്ളവരെല്ലാവരും നമ്മൾ കുടിക്കുമ്പോൾ അപ്പൊ അവളുടെ ഡ്രസ്സൊക്കെ അടിപൊളി ഡ്രസ്സ് ബിയ പൊട്ടിക്കുന്ന അടിച്ചു കൊണ്ടിട്ടുണ്ട്. അതൊക്കെ കാണുന്നുണ്ട് എല്ലാവരും. എല്ലാം കാണിച്ചത് അല്ലേ. അപ്പൊ ബാക്കിയുള്ള പണി പോയി ചെയ്തിട്ട് കേക്ക് ഒന്നും ഉണ്ടാക്കാൻ പറ്റും. ഒന്നും ഉണ്ടാക്കാൻ നടക്കണില്ല. ഒരു പണി നടക്കണില്ല. വീടിന്റെ ഒരു അവസ്ഥ ഇപ്പൊ കാണിച്ചു തരാൻ പറ്റുമോ? അപ്പൊ നമ്മൾ ഉച്ച കഴിഞ്ഞിട്ട് നമ്മൾ രാവിലത്തെ പരിപാടികളൊക്കെ നമ്മുടെ ഐഡിയ പറഞ്ഞു തീർക്കാനാ. നാളെ ഒറ്റ കാര്യം നടക്കില്ല. അപ്പൊ ഞങ്ങൾ പോട്ടെ. അപ്പൊ ഞാൻ അധികം പറഞ്ഞു കേട്ടിട്ടില്ല, അധികം വെറുപ്പിക്കണില്ല. അപ്പൊ എന്തായാലും നമ്മൾ ആ ഉണ്ണിക്ക് വയ്യാണ്ട് 18 കോടി രൂപ എല്ലാവരും കൂടി സംഘടിപ്പിക്കാൻ പറ്റി. അത് നമ്മൾ സന്തോഷം. എനിക്കൊന്നും അതിനൊരു സപ്പോർട്ട് ചെയ്യാൻ ഒന്നിനും എനിക്ക് പറ്റിയില്ല. സത്യം അറിയത്തില്ല. ഇന്നലെ അറിയണത് ഫോൺ എടുക്കണില്ല. TV അന്ന് മൂടിയിട്ട് ഇരിക്കണത്. ആ TV എടുക്കാൻ പറ്റില്ല. ഇന്നലെ റെഡിയാക്കി കാണാനൊന്നല്ല കേട്ടോ. വെറുതെ അവളെ പിടിച്ച് തലക്ക് വെച്ച് എടുക്കുക. അവളപ്പത്തെ സ്വഭാവമാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് പിന്നെ ഫോണിലേക്ക് ഇമ്പോർട്ടന്റ് ചെയ്യാനൊന്നും പറ്റാത്തതുകൊണ്ടാണ്. അപ്പൊ എന്തായാലും ദൈവം അനുഗ്രഹിക്കണം. മോന് വാക്സിനൊക്കെ എടുത്തിട്ട് അവരെല്ലാവരും പോലെ നല്ല ഉഷാറായിട്ടാകുമ്പോൾ വരത്തേന്ന് നമുക്ക് ദൈവത്തിനോട് പ്രാർത്ഥിക്കാം. അപ്പൊ ഇനിയൊരു മോനും കൂടി വൈകിയാൽ അതിന്റെ ഡീറ്റെയിൽ ഒന്നും എനിക്ക് അറിയില്ല. കുഞ്ഞുമ്പോ കണ്ടിട്ട് പറഞ്ഞു. ഇതൊന്നും കാണാൻ പറ്റാത്ത സാഹചര്യം. തിരക്കാണ്. ഒരു മിനിറ്റ് ഇല്ല അതുകൊണ്ടാണ്. അപ്പൊ ഇങ്ങനെ പോട്ടെ. അപ്പൊ നമുക്ക് നാളെ കാണാം. അപ്പൊ നമ്മുടെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, ബൈ.